പക്ഷേ റിഫ്ലക്ടർ മുന്നിലിരിക്കുന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് കണ്ണു തുറക്കാനാകുന്നില്ല. 2 റിഹേഴ്സലായി മമ്മൂട്ടിയുടെ പ്രകടനം ശരിയാവുന്നില്ല. അപ്പോഴാണ് സംവിധായകൻ സേതുമാധവൻ്റെ വാക്കുകൾ മമ്മൂട്ടിയുടെ ചെവികളിൽ കൂരമ്പ് പോലെ ആഞ്ഞു തറച്ചത്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ, മറ്റാരെങ്കിലും നോക്കാം. ഇതായിരുന്നു ആ വാക്കുകൾ. പ്രതീക്ഷകളെല്ലാം പൊലിഞ്ഞുപോയി. പൊട്ടിക്കരഞ്ഞു പോകും എന്ന നിലയിലാണ് ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. നമ്മളിന്ന് സംസാരിക്കുന്നത് പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ ആദ്യത്തെ സിനിമാനുഭവം. ആദ്യമായി അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നതും ആദ്യമായി അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചതിൻ്റെയും അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിലപ്പെട്ട കമൻറ്റുകൾ, പോസിറ്റീവായാലും നെഗറ്റീവായാലും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. സംവിധായകൻ KS സേതുമാധവൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടി ആ ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിൽ എപ്പോഴും സംവിധായകനോട് ചോദിച്ചു, സാർ, ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വന്നിരുന്നു. സേതുമാധവൻ മമ്മൂട്ടിയെ അടിമുടിയൊന്ന് നോക്കി. കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് ശരീരം പോരാ. നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, പ്രായത്തിലല്ലേ ആയിട്ടുള്ളൂ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ. ഇതായിരുന്നു സേതുമാധവൻ്റെ മറുപടി. മമ്മൂട്ടിയുടെ ശരീരം പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ട് സേതുമാധവൻ തന്നെ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. രാത്രി കുറേ പാലെടുത്ത് അതിൽ ചോറിട്ട് അല്പം മോരൊഴിച്ച് വെക്കണം. പിറ്റേന്ന് രാവിലെ പാലും ചോറും ആകെ ഒരു കട്ട തൈരായി മാറിയിട്ടുണ്ടാവും. അത് കഴിച്ചാൽ ശരീരം പുഷ്ടിപ്പെടും. പക്ഷേ അന്നും ഇന്നും എന്നും മമ്മൂക്ക ഈ വിദ്യ പരീക്ഷിച്ചിട്ടില്ല. കാരണം അന്നും ഇന്നും തൈര് കഴിക്കാൻ മമ്മൂട്ടിയെ കൊണ്ടാവില്ല. എന്തായാലും സേതുമാധവൻ സാറുമായി സംസാരിച്ചപ്പോൾ മമ്മൂട്ടിക്ക് സന്തോഷമായി. വലിയ അംഗീകാരം കിട്ടിയ പോലെ കുറച്ചൊരു ഗൗരവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഷൂട്ടിങ് കാണാൻ തിങ്ങിക്കൂടിയ ആളുകളെ നിയന്ത്രിക്കാൻ തുടങ്ങി. കുറച്ചങ്ങോട്ട് മാറിക്കടാ, കുറച്ചങ്ങോട്ട് മാറിക്ക് എന്നുള്ള രീതിയിലൊക്കെ. ബഹളം വെച്ചാലൊന്നും നടക്കില്ല, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നേ, കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്ക് അങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ മമ്മൂക്ക ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഷൂട്ടിംഗ് നടക്കുന്നതിനെ സർക്കിളിനെ റൗണ്ട് ചെയ്ത് പറയാൻ തുടങ്ങി. അങ്ങനെ അവിടെ വെച്ച് നടൻ പറവൂർ ഭരതനെ മമ്മൂക്ക ആദ്യമായി പരിചയപ്പെട്ടു. വളരെ വിനീതനാണ് പറവൂർ ഭരതൻ. ആരെ സമീപിച്ചാൽ സിനിമയിലൊരവസരം കിട്ടും, എങ്ങനെ അഭിനയിക്കണം എന്നിങ്ങനെയുള്ള മമ്മൂക്കയുടെ 100 സംശയങ്ങളുമായി പറവൂർ ഭരതൻ്റെ പിന്നിൽ കൂടി. എല്ലാത്തിനും പറവൂർ ഭരതൻ ക്ഷമയോടെ മറുപടി നൽകി. ഉച്ചയ്ക്ക് സെറ്റിൽ നിന്നും ഭക്ഷണം കിട്ടും, പക്ഷേ മമ്മൂക്ക അവിടുന്ന് കഴിച്ചില്ല. സെറ്റിലെ ഭക്ഷണം കഴിച്ചാൽ അഭിനയിക്കാനുള്ള അവസരം പോയാലോ എന്നായിരുന്നു മമ്മൂക്കയുടെ പേടി. പുറത്തൊരിടത്ത് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു. അന്നേ ദിവസം സന്ധ്യ വരെ അവിടെ നിന്നെങ്കിലും മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചില്ല. രാത്രി വയലാറിൽ പോയി കിടന്നു. പിറ്റേന്ന് പുലർച്ചെ വീണ്ടും ലൊക്കേഷനിലെത്തി. 2-ാം ദിവസം ഉച്ചയ്ക്ക് ശേഷം സംവിധായകൻ മമ്മൂട്ടിയെ വിളിച്ചു. നിങ്ങൾ 2 ചെറിയ ഷോട്ടുകളിൽ അഭിനയിക്കണം. വർഗശത്രുവിനെ എതിരിട്ട് കൊന്ന ശേഷം തൂക്കുമരം ഏറ്റുവാങ്ങുന്ന കരുത്തനായ ചെല്ലപ്പൻ്റെ റോളായിരുന്നു ആ സിനിമയിൽ സത്യന്. സിനിമയുടെ പേര് അനുഭവങ്ങൾ പാളിച്ചകൾ. ചെല്ലപ്പൻ സഹായിച്ചതിൻ്റെ പേരിൽ മുതലാളിയുടെ ഗുണ്ടകൾ ഫാക്ടറി കവാടത്തിലുള്ള ബഹദൂറിൻ്റെ മാടക്കട തല്ലി തകർക്കുന്നു. ആ വാർത്തയെറിഞ്ഞ് പരിഭ്രമത്തോടെ ബഹദൂർ ഓടിക്കിതച്ച് വരികയാണ്. പിന്നാലെ മറ്റു 2 പേരുണ്ട്. ഒന്ന് കൊച്ചിയിലെ ഒരു തിയേറ്ററിൽ ടിക്കറ്റ് വാങ്ങാൻ നിൽക്കുന്ന വർഗീസാണ്. മറ്റൊന്ന് മമ്മൂട്ടി. ഷോട്ട് റെഡിയാവാൻ കുറച്ച് സമയമെടുക്കും. മമ്മൂട്ടി മെല്ലെ ആ ഫാക്ടറിക്കകത്തേക്ക് ചെന്നു. അവിടെ ഒരൊഴിഞ്ഞ മൂലയിൽ ചാക്കിൻ്റെ പുറത്ത് കിടന്ന് സത്യൻ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഒരു നിമിഷം മമ്മൂട്ടി നോക്കി നിന്നു. ക്രോസ് ബെൽറ്റും കാക്കിക്കുപ്പായവും ഊരിയെറിഞ്ഞ് ചലച്ചിത്ര നടനായ പ്രതിപാദനൻ സ്വതസിദ്ധമായ അഭിനയശൈലിയിലൂടെ പുതിയ സൗന്ദര്യം സങ്കല്പം സൃഷ്ടിച്ച ആ കറുത്ത മുത്തിൻ്റെ കാലുകളിൽ മമ്മൂട്ടി തൊട്ടുവണങ്ങി. ആരും അത് കണ്ടില്ല. സത്യൻ സാറ് പോലും അതറിഞ്ഞിട്ടില്ല. അദ്ദേഹം മമ്മൂട്ടിയോട് സംസാരിച്ചിട്ട് പോലുമില്ല. വീണ്ടും മമ്മൂട്ടി സംവിധായകൻ്റെ അടുത്തെത്തി.
മേക്കപ്പ് മാൻ KV ഭാസ്കരൻ്റെ സഹായി മമ്മൂട്ടിയുടെ മുഖത്ത് സ്പ്രേ അടിച്ചു. ആദ്യമായി യൂഡിക്കൊളോണാണ് അതെന്ന് മമ്മൂട്ടിക്ക് പിന്നീടാണ് മനസ്സിലായത്. മമ്മൂട്ടി മുണ്ട് അലക്ഷ്യമായി കുത്തി, ഷർട്ടിൻ്റെ കൈ മുകളിലേക്ക് തെറുത്തു വെച്ചു, മുടി ചിതറിയിട്ടു, അഭിനയിക്കാൻ തയ്യാറായി. ഈ റോളിൽ ഷൈൻ ചെയ്തിട്ട് വേണം അവസരങ്ങൾ നേടാൻ, വലിയ സ്റ്റാർ ആകാൻ. അതിനുള്ള ഒരുക്കം. ആദ്യ റിഹേഴ്സൽ കണ്ണ് ഇറുകിപ്പൂട്ടി വായും പൊളിച്ചുകൊണ്ടാണ് മമ്മൂട്ടി ഓടി വന്നത്. കാരണം റിഫ്ലക്ടറിൻ്റെ ചൂടും പ്രകാശവും മൂലം മമ്മൂട്ടിക്ക് കണ്ണ് തുറക്കാനാകുന്നില്ലായിരുന്നു. മെല്ലി ഇറാനിയാണ് ഛായാഗ്രാഹകൻ. അയാൾ പറഞ്ഞു, അയ്യേ, നിങ്ങളെന്തിനാണ് കണ്ണ് തുറക്കുകയും വായ പൊളിക്കുകയും ചെയ്യുന്നത്? ശരിക്കും ഓടി വരൂ. പക്ഷേ റിഫ്ലക്ടർ മുന്നിലിരിക്കുന്നതുകൊണ്ട് മമ്മൂട്ടിക്ക് കണ്ണ് തുറക്കാനാകുന്നില്ല. 2 റിഹേഴ്സലായി മമ്മൂട്ടിയുടെ പ്രകടനം ശരിയാവുന്നില്ല. അപ്പോഴാണ് സംവിധായകൻ സേതുമാധവൻ്റെ വാക്കുകൾ മമ്മൂട്ടിയുടെ ചെവികളിൽ കൂരമ്പ് പോലെ ആഞ്ഞു തറച്ചത്. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളങ്ങോട്ട് മാറി നിൽക്കൂ, മറ്റാരെങ്കിലും നോക്കാം. ഇതായിരുന്നു ആ വാക്കുകൾ. പ്രതീക്ഷകളെല്ലാം പൊലിഞ്ഞുപോയി. പൊട്ടിക്കരഞ്ഞു പോകും എന്ന നിലയിലാണ് മമ്മൂട്ടിയുടെ നിൽപ്പ്. അതിനിടെ ചിത്രത്തിൻ്റെ സഹസംവിധായകൻ മമ്മൂട്ടിക്ക് പകരം മറ്റാരെയോ അന്വേഷിക്കാനും തുടങ്ങി. മമ്മൂട്ടി അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ പ്ലീസ്, ഒരു പ്രാവശ്യം കൂടി ഞാൻ ശ്രമിക്കാം. മമ്മൂട്ടിയുടെ സങ്കടം കലർന്ന ശബ്ദവും മുഖഭാവവും കണ്ടിട്ടാകണം സേതുമാധവൻ സാറ് ഒരു റിഹേഴ്സൽ കൂടി നടത്തി. വളരെ പ്രയാസപ്പെട്ട് കണ്ണ് തുറന്നു പിടിച്ച് വായ അടച്ചു പിടിച്ച് അങ്ങനെ ഒരു വിധത്തിൽ ആ ഷോട്ട് എടുത്തു. അത് കഴിഞ്ഞാണ് സമാധാനമായത്. സെറ്റിൽ പോലും ആരോടും മിണ്ടാതെ അവിടെ നിന്നും മമ്മൂട്ടി മുങ്ങി. വയലാറിൽ ചെന്ന് ജമീല മാമിയോടും ഭർത്താവ് ബാപ്പുട്ടിക്കോയോടും യാത്ര പറഞ്ഞ് നേരെ ചെമ്പിലേക്ക് പുറപ്പെട്ടു. ഒരു ജേതാവിൻ്റെ മട്ടിലായിരുന്നു മമ്മൂട്ടി നാട്ടിൽ ബസ് ഇറങ്ങിയത്. ആദ്യം കണ്ടത് മമ്മദിനെയാണ്. അവനോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. കൂടെ ഒരു നിർദ്ദേശവും, നീ ഇതാരോടും പറയരുത്, രഹസ്യമായിരുന്നാൽ മതി. പക്ഷേ മമ്മൂട്ടി തന്നെ പരിചയക്കാരോടൊക്കെ ഈ വിവരം പങ്കുവയ്ക്കാൻ തുടങ്ങി. അനുജന്മാരായ ഇബ്രാഹിം കുട്ടിക്കും സക്രിയയ്ക്കും അത്ഭുതം. ഇച്ചാക്ക സിനിമയിൽ അഭിനയിച്ചു എന്നോ? അത്ഭുതകരമായ ഒരു വാർത്തയറിഞ്ഞ ആഹ്ലാദമായിരുന്നു അവർക്ക്. ബാപ്പയോടും ഉമ്മയോടും മാത്രം മമ്മൂട്ടി കാര്യം പറഞ്ഞിരുന്നില്ല. അവരുടെ പ്രതികരണം എതിരാണെങ്കിലോ. എന്തായാലും ഓരോരുത്തരും പറഞ്ഞ് ഈ വാർത്ത നാട്ടിൽ മുഴുവൻ പാട്ടായി. പാണപ്പറമ്പിൽ ഇസ്മായിൽ മേത്തരുടെ മകൻ സിനിമയിൽ അഭിനയിക്കുന്നു അത്രേ. അവർക്കിനി എന്തു വേണം? കോടിക്കണക്കിന് രൂപയല്ലേ വരുമാനം. കാറും കൊട്ടാരവും എന്നു വേണ്ട ആഗ്രഹിക്കുന്നതെല്ലാം നേടാമല്ലോ. നാട്ടിലങ്ങനെ പല കഥകളും പരന്നു തുടങ്ങി. അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന മമ്മൂട്ടിയുടെ ആദ്യ സിനിമ റിലീസ് ചെയ്യാൻ 2 മാസം കഴിയും. ആകാംക്ഷയോടെയാണ് ആ നാളുകൾ അത്രയും മമ്മൂട്ടി കഴിച്ചു കൂട്ടിയത്. അങ്ങനെ കാത്തിരുന്ന ആ സുദിനം വന്നു. അനുഭവങ്ങൾ പാളിച്ചുകൾ റിലീസായി. ആദ്യത്തെ ദിവസം മോർണിംഗ് ഷോയ്ക്ക് തന്നെ മമ്മൂട്ടിയും സുഹൃത്തുക്കളൊക്കെ കയറി. മമ്മൂട്ടിക്ക് ആകെ ടെൻഷനാണ്. കാരണം മമ്മൂട്ടി അഭിനയിച്ച രംഗം ഇല്ലാതെ വരുമോ? സിനിമയിൽ ചില രംഗങ്ങൾ കട്ട് ചെയ്ത് കളയും എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാലോ ആകെ നാണക്കേടാകും. കൂട്ടുകാരോടൊക്കെ ഈ വിവരം പറഞ്ഞത് തന്നെ അബദ്ധമായെന്ന് ആ നിമിഷം മമ്മൂട്ടിക്ക് തോന്നിപ്പോയി. അടക്കാനാവാത്ത ഉത്കണ്ഠയോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്ക്രീനിൽ മമ്മൂട്ടിയുടെ മുഖം. ദൂരെ നിന്ന് ഓടി വരികയാണ് മമ്മൂട്ടി. കാലൊക്കെ നീണ്ട് കൊക്കു പോലെ ഇരിക്കുന്ന ആ രൂപം കണ്ടപ്പോൾ വല്ലാത്ത നിരാശ തോന്നി. പക്ഷേ തിയേറ്ററിലാകെ കൂട്ടുകാരുടെ ആർപ്പുവിളി, എടാ മമ്മൂട്ടിയെ, അവർ വിളിച്ചു പോകുന്നു. കണ്ണടച്ച് തുറക്കും മുൻപേ സ്ക്രീനിൽ നിന്ന് മറഞ്ഞു പോവുകയൊന്നുമില്ല. 1 മിനിറ്റ് നേരം സ്ക്രീനിൽ കാണാം. സിനിമ കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി മമ്മൂട്ടിയെ പൊതിഞ്ഞു. എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് അവർക്കറിയേണ്ടത്. ഓരോരുത്തർക്കും പല പല സംശയങ്ങൾ. അതേ തുടർന്ന് മമ്മൂട്ടി മഹാരാജസിലെ സൂപ്പർ സ്റ്റാറായി മാറി. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. പുതിയ പുതിയ വീഡിയോകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.